വെൽക്കം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വന്നിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു 4 മുട്ടയോളം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇപ്പം നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണെങ്കിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ആഡ് ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള കുറച്ചൊക്കെ വെജിറ്റബിൾസ് നമുക്കിതിന് വേണ്ടി ഇടാം. ഇപ്പം ഞാൻ കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബീൻസും കൂടി കട്ട് ചെയ്തിടുന്നുണ്ട്. ഇപ്പോൾ ഇനി വേറെ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനിയിപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓട്സ് ഇടാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഓട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ഇനി ഇത് കമ്പൈൻ ചെയ്യാൻ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ആട്ടമാവും കൂടി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ആട്ടമാവും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ആട്ടമാവും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിക്ക് ആവശ്യമായിട്ട് പച്ചമുളക് അല്ലെങ്കിൽ ചില്ലി ക്രഷ് ചെയ്ത് ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്കിടാം. ഇനിയിപ്പം നമ്മൾ ഇട്ടതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഫോർക്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടി നമുക്കിതൊന്ന് കോരി ഒഴിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി കുറച്ച് വെള്ളം മതി. അപ്പോൾ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് ചുട്ടെടുക്കാനായിട്ടൊരു പാൻ അടുപ്പത്തും കൂടി വയ്ക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. ഈ പാനിൽ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ തവി നമുക്കിതിലേക്ക് കോരി ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ആവിയിൽ നിന്ന് വേവാൻ വേണ്ടി ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഇതൊരു 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇങ്ങനെ നമുക്കിത് 2 വശവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. 2-3 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് 2 വശവും നന്നായിട്ട് ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരും. നമ്മൾ ഇതിലേക്ക് ഓട്സൊക്കെ ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ള മാവും കൂടി നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓട്സ് കുട്ടികളുടെ ആഹാരത്തിൽ നമുക്കിത് ദിവസവും ഉൾപ്പെടുത്തണം. ഓട്സ് കഴിക്കാനായിട്ട് മടിയുള്ളവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെച്ചേക്കാം. അതിന് ശേഷം ഇതൊന്ന് മറിച്ചിടണം. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ച് നമുക്കിത് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഞാൻ ചുട്ടെടുത്ത് എല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ചമ്മന്തിയോ അല്ലെങ്കിൽ സോസോ, കുട്ടികൾക്കാണെങ്കിൽ സോസ് ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിന് വേറെ കറിയൊന്നും വേണ്ട. ഇതിനകത്തേക്ക് തന്നെ ആവശ്യത്തിനുള്ള എരിവും ഉപ്പും എല്ലാം കലർന്നിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഇതൊന്ന് ചമ്മന്തി കൂട്ടി വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. ഈ രീതിയിൽ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം.
അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഓട്സ് ചേർത്തിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലേക്ക് നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും വീട്ടിൽ റെഡിയാക്കി നോക്കണം. ഇനി ഇതേപോലെയുള്ള പുതിയ റെസിപ്പിയായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.